നമസ്കാരം. GCC24 ലൈവിൽ നമ്മുടെ ഇന്നത്തെ അതിഥി യുഎയിൽ വളരെ കാലമായിട്ട് എല്ലാവർക്കും പരിചിതനായ അഡ്വക്കേറ്റ്, അതിലുപരി സീനിയർ ലീഗൽ കൺസൾട്ടന്റ് ആയ ശ്രീ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാപ്പള്ളിയാണ്. സർ, വെൽക്കം. താങ്ക് യു. അതുപോലെ സാറിന് പുതിയ ഓഫീസിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സാർ, നമ്മളിപ്പോ യുഎയില് ഒരുപാട് കേസുകൾ, ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള കേസുകൾ കാലങ്ങളായിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാണ്. എത്രയോ പേര് ജയിലിലാകുന്നു, ഡീപ്പോർട്ടേഷൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് എളുപ്പം പണം ഉണ്ടാക്കാനുള്ള ഒരു രീതി. അതായത് സോഷ്യൽ മീഡിയയിൽ ജോബ് ഓഫർ ലിങ്കുകൾ വരുന്നു, അത് ആകർഷണീയമായ തരത്തിലുള്ള സാലറി ഓഫർ ചെയ്യുന്നു, അതിൽ പെട്ട് പാവങ്ങളായ മനുഷ്യര് അതിൽ പെട്ടുപോവുകയും ഈ നേരത്തെ പറഞ്ഞ പോലെ കേസിലാവുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ഡീപ്പോർട്ട് ചെയ്യുകയൊക്കെ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കേസുകളുമായി സാറിന്റെ അടുത്ത് വരുന്ന അതിനെ കുറിച്ചുള്ള അനുഭവം സാറിന് പങ്കുവെക്കാമോ? അതെ, തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. ഇന്ന് ഒരുപാട് ആൾക്കാർ, എസ്പെഷ്യലി ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ മുതൽ വളരെ പ്രായമുള്ളവർ വരെ ഇത്തരം കേസുകളിൽപ്പെട്ട് ജയിൽ കിടക്കുന്നുണ്ട്. ശിക്ഷ കിട്ടി ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടവരുണ്ട്. അത് സോഷ്യൽ മീഡിയ വഴി വരുന്ന പ്രലോഭനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് തന്നെ ഞാനൊന്ന് സംസാരിക്കാം. അതെന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. ജനങ്ങൾക്കൊരു അവയർനെസ് കിട്ടുമ്പോൾ അവർക്കത് അത്തരം കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആകാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പായിട്ടത് കാണും. നമ്മളതാണ് പല ഇൻ്റർവ്യൂകളിലും ചെയ്തു വരാറുള്ളത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ഏറ്റവും വലിയ ചതി, നമുക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ വഴി ഒരു ജോബ് ഓഫർ വരുന്നു. അപ്പോൾ അവർ പറയണത്, നിങ്ങൾക്കൊരു നല്ല ജോലി ഞങ്ങൾ തരാം, നിങ്ങൾക്ക് വേറെ ജോലി ഉണ്ടെങ്കിലും അതിനോടൊപ്പം ചെയ്യാവുന്ന ഒരു ജോലിയാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറിയൊരു ശമ്പളം അതിൽ നിന്ന് കിട്ടും, ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ ഇത് നിങ്ങൾക്ക് സഹായകമാവും. ഇത് വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിലും ഈ ജോലി ചെയ്യാം, അതല്ല മുതിർന്നവർക്ക് വേണമെങ്കിലും ജോലിയുള്ളവർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. നിങ്ങൾക്ക് ആകെ ഉണ്ടായിരിക്കേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണ്. ഇങ്ങനെ പറഞ്ഞാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പം അവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒരു ലിങ്കിൽ പോകാൻ വേണ്ടി അവർ നിർദ്ദേശിക്കും. അങ്ങനെ ഈ കാണുന്ന ആളുകൾക്ക് നോക്കുമ്പോൾ വളരെ സന്തോഷ വാർത്തയാണിത്. കാരണം അവർക്ക് ജോലിയുള്ളവരാണ്, ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് പറയുന്നത്. അക്കൗണ്ട് നമ്പർ മാത്രമാണ് അവർക്ക് ഇതിന് ആധാരമായിട്ട് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവർ അട്രാക്റ്റഡ് ആയിട്ട് അവർ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റവർക്ക് കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ടെലഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോംസാണ് അവിടെ വരുന്നത്. അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവർ ചെയ്യേണ്ട ജോലി അവരുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുമ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് എവിടെ നിന്നോ പണം വരും. ആ പണം ഈ പറയുന്ന വ്യക്തികൾ നിർദ്ദേശിക്കുന്ന പ്രകാരം ഇവർ മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പം എത്ര പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടോ ആ അക്കൗണ്ടിൽ വരുന്ന പണത്തിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ഇവർക്ക് ശമ്പളമായിട്ട് അല്ലെങ്കിൽ കമ്മീഷനായിട്ട് ഇവർ കൊടുക്കും. അതാണ് ഇവർക്ക് ഓഫർ ചെയ്യുന്ന വരുമാന മാർഗം. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. കാരണം അവരുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ അക്കൗണ്ടിൽ വരുന്ന പണം അത് എവിടെ നിന്ന് വരുന്നു എന്നൊന്നും അറിയുന്നില്ല. മറ്റവർ പറയുന്നു ഞങ്ങൾ അയക്കുന്ന പണമാണ്, ഞങ്ങൾക്കത് ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ടാക്സൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മറ്റ് അക്കൗണ്ടുകളിലും കൂടെ ഡൈവേർട്ട് ചെയ്ത് ഈ പണം പിന്നെ മാറ്റുന്നത്. അപ്പം നിങ്ങളത് ആ അക്കൗണ്ടിൽ വരുന്ന പണത്തെ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുക. അങ്ങനെ പറയുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നിക്കൊണ്ട് അതിലേക്കുള്ള കാര്യങ്ങൾ എമറൈസ് ഐ ഡിയും മറ്റു കോപ്പിയൊക്കെ കൊടുത്തിട്ട് ആ അക്കൗണ്ടിൽ അവരതിനകത്തേക്ക് ആക്റ്റീവ് ആവുകയാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് പല ട്രാൻസാക്ഷൻസ് വന്നു. മറ്റവർ പറയുന്നതനുസരിച്ച് തന്നെ ആ പണമെല്ലാം മറ്റു പല അക്കൗണ്ടുകളിലേക്കും അവർ മാറ്റിക്കൊടുത്തു. അങ്ങനെ കൊടുത്ത ആളുകൾക്ക് ചെറിയ ഒരു എമൗണ്ട് ഇൻകമായിട്ട് കിട്ടുകയും ചെയ്തു. ചിലപ്പോൾ 1000 ദിർഹംസ് ആയിരിക്കാം കിട്ടുന്നത്, ചിലപ്പോൾ 2000 ദിർഹംസ് ആയിരിക്കാം ഒരുപാട് ട്രാൻസാക്ഷൻസിൻ്റെ ഫലമായിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ആ ചെറിയൊരു വരുമാനം കിട്ടി സന്തോഷത്തിൽ വീണ്ടും ഇത് ചെയ്യാം എന്ന് കരുതിയിരുന്നപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർക്ക് പോലീസിൻ്റെ കോൾ വരുന്നത്. ഇന്ന പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര പണം വന്നിട്ടുണ്ട്, നിങ്ങൾ കുറ്റം ചെയ്തിരിക്കുന്നു, ക്രൈം ചെയ്തിരിക്കുന്നു, അവരെ പിടിച്ച് ജയിലിലാക്കുന്നു. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പോലീസിന് വിശദീകരിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവം? ശരിക്കും ഈ പണം എവിടുന്നോ ഫ്രോഡിലൻ്റായിട്ട് ട്രാൻസാക്ഷൻ നടത്തി വന്ന പണമാണ്. ആ പണം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. പോലീസ് CID ചുമതലപ്പെടുത്തിക്കൊണ്ട് അത് കണ്ടുപിടിക്കുന്നു. ആരൊക്കെയാണ് ഈ പണം, എങ്ങോട്ടൊക്കെ പണം പോയി, ആരൊക്കെയാണ് ഈ പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തവർ, ആരുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം വന്നിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളെല്ലാം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചിട്ട് പോലീസിന് റിപ്പോർട്ട് കൊടുത്ത് പോലീസ് കേസെടുക്കുന്നു. അങ്ങനെ കേസിൽ അകപ്പെട്ട ആളുകൾ ധാരാളമാണ്. 1, 2, 10, 20 ഒന്നുമല്ല, കണ്ടമാനം ആൾക്കാർ ഇന്ന്
ജയിലുകളിൽ കിടക്കുന്നുണ്ട്. നമ്മളിപ്പം നമ്മുടെ അടുത്ത് തന്നെ വന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നമ്മൾ അവർക്കൊക്കെ ജാമ്യമെടുത്തു. അവർ കേസ് അവരുടെ നടന്നുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് ആദ്യം ജയിൽ ശിക്ഷ കിട്ടി. ഇത് ചിലർ വിചാരിച്ചു ചെറിയൊരു കേസാണ്, വല്ല ഫൈൻ അടച്ചു കഴിഞ്ഞാൽ എളുപ്പം തീരുന്നതാണെന്ന് വിചാരിച്ച് വക്കീലിനൊന്നും വെക്കാതെ അവർ നേരെ കോടതിയിൽ പോയി നിന്നു. അതിനകത്ത് ജയിലും അവരെത്ര പണം ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ ആ പണം മൊത്തം തിരിച്ചടയ്ക്കാനും അത്രയും തുക കോടതിയിൽ ഫൈൻ കെട്ടിവെക്കാനും ഒപ്പം ഡീപ്പോർട്ടേഷൻ വരെ കിട്ടിയ ആളുകളുണ്ട്. അങ്ങനെ അതിനുശേഷം അപ്പീൽ സ്റ്റേജിൽ നമ്മളെ വന്ന് കാണുകയും നമ്മൾ ആ അപ്പീൽ നടത്തുകയും അവർ ഏത് തരത്തിലാണ് ഈ കാര്യങ്ങൾ നടത്തിയത് കോടതിയെ ബോധ്യപ്പെടുത്തുകയും ആ ഡീപ്പോർട്ടേഷനൊക്കെ ക്യാൻസലാക്കി കിട്ടിയ കേസുകളും നമുക്കുണ്ട്. എന്നാലും അവർ ചെറിയ പൈസ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒട്ടനവധി കേസുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ബിറ്റ് കോയിൻ വാങ്ങിക്കുന്നു. ബിറ്റ് കോയിൻ വാങ്ങിച്ചിട്ട് ബിറ്റ് കോയിൻ നിയമപരമായിട്ടാണ് വാങ്ങിക്കുന്നത്. അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവരുടെ എമറൈസ് ഐ ഡിയും മറ്റ് ഡോക്യുമെൻസും ഒക്കെ കൊടുക്കുന്നു. പർച്ചേസ് ചെയ്യുന്ന ആളിൻ്റെ എല്ലാ ഡോക്യുമെൻസും കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ ആർക്കാണോ അത് സെയിൽ ചെയ്യുന്നത് അവരുടെ ഡോക്യുമെൻസും എല്ലാം അതിൽ അപ്ലോഡ് ചെയ്യുന്നു. എല്ലാം വളരെ സുതാര്യമായിട്ടാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ബിസിനസ് നടത്തിയ ആളുകളും കേസിനകത്ത് പെട്ടു. കാരണം അവർ ബിറ്റ് കോയിൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് മറ്റ് വന്നിരിക്കുന്ന പണം ഫ്രോഡിലൻ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവരും കേസിൽപ്പെട്ടു. അങ്ങനെ അവർക്കും ഒരുപാട് ശിക്ഷ ലഭിക്കുകയും ആ ശിക്ഷ കോടതിയിൽ കേസുകൾ നടക്കുകയും ജയിലിലാവുകയും ചെയ്ത ഒട്ടനവധി കേസുകളുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ആ ഒരു ഉപദേശമായിട്ട് ഇത് കാണുന്നവർക്ക് കൊടുക്കാനുള്ളത്, ഈ തരത്തിലുള്ള ആകർഷണീയമായ ഓഫറുകൾ നമുക്ക് വരും. വലിയ അധ്വാനവും ജോലിയൊന്നും ഇല്ലാതെ പൈസ ഉണ്ടാക്കാവുന്ന കാര്യമാണെന്ന് കരുതിക്കൊണ്ട് ഇത്തരം കെണികളിൽ ചാടാതിരിക്കുക. ഇതൊക്കെ ഏതെങ്കിലും ഒരു ഫ്രോഡിലൻ്റ് ആയിട്ടുള്ള ഇൻറ്റൻഷനിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. അതിൻ്റെ ബെനിഫിഷ്യറീസ് വേറെയാണ്. അവരാരും തന്നെ ശിക്ഷിക്കപ്പെടുന്നില്ല. ഈ പണമെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന മറ്റു പല രാജ്യങ്ങളിലേക്കാണ്. അവരെ അക്കൗണ്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതെല്ലാം തെറ്റായിട്ടുള്ള, അവരതെല്ലാം ബുദ്ധിപരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനകത്ത് കുടുങ്ങുന്നത് ഈ നിസ്സാരപ്പെട്ട പൈസ കമ്മീഷൻ വാങ്ങിക്കുന്ന ഈ വ്യക്തികളായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടാതിരിക്കുക. അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിവിടെ ക്രൈമാണ്. നിങ്ങൾ ജയിലിലാകും. നിങ്ങൾ മനസ്സറിയാതെ ജയിലിലാകും. അതുപോലെ നിങ്ങൾക്ക് കോടതിയിൽ പോകേണ്ടി വരും. വക്കീലിനെ വെച്ച് വൻ തുക കൊടുത്ത് കേസ് നടത്തേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഡീപ്പോർട്ടേഷൻ പോലും കിട്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. താങ്ക് യു സർ. വെൽക്കം. പ്രിയപ്പെട്ടവരെ, നിയമസംബന്ധമായ നിങ്ങളുടെ എന്ത് സംശയങ്ങളും ചോദ്യങ്ങളും നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തിയാൽ അടുത്ത എപ്പിസോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവായ ചോദ്യങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. ഇന്ന് നമ്മളോടൊപ്പം ഈ തിരക്കിട്ട സമയത്ത് നിയമസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ എത്തിയത് യുഎയിലെ എല്ലാവർക്കും വളരെ പരിചിതനായ ലീഗൽ കൺസൾട്ടന്റ് ശ്രീ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളിയാണ്. താങ്ക് യു സോ മച്ച് സർ. നമസ്കാരം.